മാലിനി, ശ്രീകാന്തിന്റെ കഴിവ് ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ കാമുകനെ അടുത്ത മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇത് പുരുഷത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. അധ്യാപകനായിരുന്ന എന്റെ അച്ഛൻ രാജശേഖരന് ഈ സ്ഥലത്തേക്ക് മാറ്റം കിട്ടി വന്നു. എന്റെ അമ്മ സുന്ദരിയായിരുന്നു. അന്ന് ഇവിടെ തേർവാഴ്ച നടത്തിയിരുന്ന നിന്റെ അച്ഛൻ രാമഭദ്രൻ നമ്പ്യാർക്ക് എന്റെ അമ്മയിൽ മോഹം തോന്നി. അന്ന് പിടിച്ചു കെട്ടണം അവനെ. അവനല്ലേ എനിക്ക് ആവശ്യം. എന്റെ അച്ഛൻ ഭ്രാന്തനായി. അധികം താമസിയാതെ അച്ഛന്റെ ജഡം ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒഴുകി നടന്നു. അമ്മയെ നിന്റെ അച്ഛൻ വെപ്പാട്ടിയാക്കി. പിന്നീട് സ്നേഹിതന്മാർക്ക് കാഴ്ചവെച്ചു. അവസാനം പുറന്തള്ളിയപ്പോ എന്നെ പോറ്റാൻ വേണ്ടി എന്റെ അമ്മയ്ക്ക് വേശ്യയാകേണ്ടി വന്നു. ആ കണക്കുകൾ തീർക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ അച്ഛനെ കൊന്നാൽ പ്രതികാരമാവില്ല. നീ അറിയപ്പെടുന്ന ഒരു വേശ്യയാകണം. അതാണ് എന്റെ പ്രതികാരം. ശ്രീകാന്ത്, ഇത് കണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രതികാരം ചെയ്തുകൊള്ളൂ. അതിനുവേണ്ടി ബലപ്രയോഗം വേണ്ട. പെറ്റമ്മയെ ബലാത്സംഗം ചെയ്യാൻ പിടിച്ചുകൊണ്ടുപോയത് കണ്ടുകൊണ്ട് നിന്ന ഒരു കുഞ്ഞിന്റെ വേദന ഞാൻ കാണുന്നു. ദേശിയുടെ മകനായി വളരേണ്ടി വന്ന ഒരു യുവാവിന്റെ ഹൃദയവേദന ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ നശിപ്പിക്കൂ ശ്രീകാന്ത്, നശിപ്പിക്കൂ. മാലിനി, എനിക്ക് മാപ്പ് തരൂ. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വിനു, ഞാനിവിടെ വിട്ട് പോവുകയാണ്. നിങ്ങൾക്കിവിടെ താമസിക്കാം. ഇനി ഇത് നിങ്ങളുടെ വീടാണ്. Wish you all the best. മത്തായി, അവർ ശ്രീകാന്തിന്റെ ബംഗാളുണ്ട്. കുഞ്ഞുങ്ങളെ, എന്താ കുഞ്ഞുങ്ങളെ, വേഗം രക്ഷപ്പെട്ടോളൂ. നമ്പ്യാരുടെ ആൾക്കാര് നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്.
കുറച്ചുകൂടി പോയാൽ മതി. റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോ ഭയങ്കര സ്നേഹമില്ലേ നിങ്ങൾ തമ്മിൽ? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറല്ലേ? ഇനി ഈ തോക്കിൽ ഒരേ ഒരു തോട്ടയെ ബാക്കിയുള്ളൂ. സ്വയം തീരുമാനിച്ചുകൊള്ളൂ ആരാണ് മരിക്കാൻ പോകുന്നതെന്ന്. ഒരുമിച്ച് മരിച്ചോളാം. വെടിവെച്ചോളൂ അച്ഛാ. ശ്രീകാന്ത്, എന്നോട് ക്ഷമിക്കൂ ശ്രീകാന്ത്. നമ്പ്യാർ, എന്നെ നിങ്ങൾക്കറിയാമോ? എന്റെ അമ്മയെ നശിപ്പിച്ച നിങ്ങളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നവനാണ് ഞാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അധ്യാപകരായിരുന്ന മംഗലത്തെ രാജശേഖരനെ അന്ന് നിങ്ങൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചില്ലേ? അവനാണ് ഞാൻ. ശ്രീകാന്ത്,